നാട്ടിൻപുറങ്ങളിലെ ഓണക്കാല വിനോദമാണ് പുലികളിയെന്നോ കടുവകളിയെന്നോ ഒക്കെ ഓരോ നാട്ടിന്റെയും പ്രത്യേകതയ്ക്കനുസരിച്ച് വിശേഷിപ്പിക്കാം. പന്തളം കുലമ്പാരയിൽ ഇതിന് കടുവകളി എന്നാണ് പറയുന്നത്. ഈ വേഷം കടുവയുടേതാണ് എന്ന് കരുതിയാണ്. വാഴക്കച്ചി ഉണങ്ങിയ വാഴക്കച്ചി ദേഹമാസകലം ചുറ്റുന്നു. അതിനുശേഷം മുഖത്ത് കടുവയുടെ മാസ്ക് വെച്ചിരിക്കുകയാണ്. ഇതിനുള്ളിലിരിക്കുന്ന ആളെ കൂടി നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. കടുവയാണല്ലേ? ആണാണ്. എത്ര വീടുകൾ കയറി? 100 വീടുകളോളം കയറി. ഇവിടുന്ന് പൈസയും കിട്ടി ഞങ്ങൾക്ക്. പിന്നെ നമ്മള് ഈ ആൾക്കാരൊക്കെ സന്തോഷിക്കുന്നു. നമ്മുടെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെയൊക്കെ ഉള്ളു. നമ്മൾ പിന്നെ ഇതൊക്കെ നമ്മളിവിടെ അയ്യത്തുനിന്ന് തന്നെ കിട്ടുന്നതാണ്. വലിയ ചൂടുണ്ടോ? നമ്മളിപ്പോ കാലാവസ്ഥ ചൂടല്ലേ, അപ്പൊ അതിനനുസരിച്ച് ചെറിയ ചൂടൊക്കെ ഉണ്ട്. വേട്ടക്കാരനെ കണ്ടോ? വേട്ടക്കാരനുള്ള കപ്പട മീശയുണ്ട്, ശിക്കാരി ശംഭുവിന്റെ കൂട്ടുള്ള തൊപ്പിയുണ്ട്, ഇരട്ട ബാരൽ തോക്കാണ്. വെടിവെച്ചാ നടക്കുവോ? പറ്റും, നോക്കിയാട്ടെ. കഥകളിയും അതോടൊപ്പം തന്നെ ചെണ്ടമേളം ഒക്കെ തന്നെ പഠിക്കുന്ന ആളുകളാണ് ഇതിന്റെ വാദ്യക്കാരായിട്ടുള്ളത്. ക്യാമറമാൻ സുധീഷാണ്. സുധീഷേ, ലീവ് എടുത്തോ? ഡ്യൂട്ടിയില്ല. ഇതല്ലല്ലോ നമ്മുടെ ഡ്യൂട്ടി. അല്ല, നമ്മൾ ഇത് പുലികളിയുടെ ഇത് എടുക്കാനായിട്ട് വന്നതാണ്. ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് ഒരു കൗതുകം തോന്നി. ഇവരുടെ കൂടെ കൂടിയതാണ് നമ്മൾ. കണ്ടാ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണോ ചെണ്ട? നമ്മൾ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ കൊട്ടുമായിരുന്നു. അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് കൊട്ടണമെന്ന് തോന്നി. അങ്ങനെ ഇവരുടെ കൂടി ഓണമല്ലേ, രസമല്ലേ, എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഇങ്ങനെ ഓരോ വീടുകളിലേക്കും കയറി ചെല്ലുന്നു. ഈ സന്തോഷത്തിൽ വീട്ടുകാരൊക്കെ തന്നെ പങ്കെടുക്കുന്നു. അങ്ങനെ അവരുടെ ഒരു മനസ്സറിഞ്ഞ ഒരു തുക കുട്ടികൾക്ക് സമ്മാനമായി നൽകുന്നു. 8, 9, 10, +2 ക്ലാസ്സിലെ കുട്ടികളാണ് സംഘാടനത്തിന് പിന്നിൽ ഉള്ളത്. പൈസ കുറച്ച് കിട്ടിയത് കേട്ടു. എത്ര രൂപ കിട്ടി? ഒരു 5000. വേട്ട പുരോഗമിക്കുകയാണ്. ലക്ഷ്യം കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഉടനെയൊക്കെ നടക്കുമല്ലോ. നടക്കുമോ? നടക്ക. വെടി 1, 2, 3 വെട്ടി. കടുവയ്ക്ക് വെടി കേട്ടിട്ടില്ല. കടുവ മൂന്നാമത്തെ വെടിയിൽ കടുവ നിലത്ത് വീണിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു ഓണക്കാഴ്ചയാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.